ഇതെന്തുവാ വെള്ളരിക്കപട്ടണോ? ലോകത്തില് എത്ര ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. അവിടെ വന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ എന്ത് കോപ്രായാണ് കാണിക്കുന്നത്. നല്ല അടിപൊളി തേപ്പ് മണക്കുന്നുണ്ട് ഗബ്രിയുടെ ഭാഗത്തുനിന്ന്. ഗബ്രി ഇന്നലെ ജാസ്മിൻ ഇന്നലെ അവനെ പിടിച്ചു നിർത്താൻ നോക്കുന്നു, ഗബ്രി പുറത്തേക്ക് പോവാൻ നോക്കുന്നു. അതാണ് ആക്ച്വലി നടക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി ഇപ്പൊ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, കഴിഞ്ഞ തവണ പോയപ്പോൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു, എനിക്ക് ഇനി ഇവിടെ നിന്ന് നാറാൻ വയ്യ, അപ്പോൾ എനിക്ക് ക്വിറ്റ് ചെയ്യണം, എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഗെയിമിന് വേണ്ടി കളയാൻ പറ്റില്ല എന്നൊക്കെ. ഇതൊക്കെ ഇവർ തന്നെ വരുത്തി വെച്ച കാര്യങ്ങളല്ലേ. അപ്പം ഇവർക്ക് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവായിട്ട് തന്നെ പോവാം. കാരണം ഗബ്രിക്ക് മനസ്സിലായി നല്ല രീതിയിൽ ചീഞ്ഞു തുടങ്ങി. ഗബ്രിക്ക് വിഷ് കൊടുത്തപ്പോഴും അവർ പറഞ്ഞു പല അറ്റാച്ച്മെൻറ്റും തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി എന്ന് സംസാരിക്കണം എന്നുള്ളത്. പക്ഷേ ജാസ്മിൻ നല്ലൊരു ട്രോമയിലോട്ടും ഗബ്രിയുടെ ഭാഗത്ത് നല്ലൊരു തേപ്പുമാണ് കിട്ടാൻ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഊരാനുള്ള പണി നല്ല രീതിയിൽ വൃത്തിക്ക് നോക്കുന്നുണ്ട്. ഒരാൾ ബന്ധം നിലനിർത്താൻ നോക്കുന്നു, ഒരാൾ എങ്ങനെയെങ്കിലും തലേന്ന് ഊരാൻ നോക്കുന്നു. ആൻഡ് ഏറ്റവും വേഴ്സ്റ്റ് തിങ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് അവർ കയറി കളിക്കാതെ ഇമാതിരി ഓരോ കോപ്രായങ്ങൾ കാണിച്ചിട്ട് മറ്റുള്ളവരുടെ ആ ഒരു സ്പേസും മറ്റുള്ളവരുടെ ഒരു ഓപ്പർച്യൂണിറ്റിയും ചാൻസും നശിപ്പിച്ചിട്ട് ഇവർ രണ്ടുപേരും അതിൻ്റെ ഉള്ളിൽ കിടന്ന് കരഞ്ഞും മെഴുകിയും ഒരുമാതിരി കോപ്രായം കാണിച്ചിട്ട് ഒരുമിച്ച് ക്വിറ്റ് ചെയ്യാം. സെൽഫ് റെസ്പെക്ട്, മെന്റൽ ഹെൽത്ത്, എന്ത് തേങ്ങയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്കൊന്നും വാല്യൂ മനസ്സിലാവുന്നില്ല. അടുത്ത കൊല്ലം സീസൺ കാണുമ്പോൾ അല്ലെങ്കിൽ അടുത്ത സീസൺ കാണുമ്പോൾ ഇറങ്ങിയിട്ട് മറ്റുള്ളവർ കളിക്കാൻ കാണുമ്പോൾ അല്ലെങ്കിൽ ഇറങ്ങിയിട്ട് സോഷ്യൽ മീഡിയ കാണുമ്പോൾ എല്ലാം ഒരു വെളിപാട് തിരിച്ചു വരും, ഇത് ഇങ്ങനെ അല്ലായിരുന്നു ഇങ്ങനെ ആണെന്നുള്ളത്. നെഗറ്റീവിലൂടെ എന്ത് നേടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ശാശ്വതമല്ല, അതിനൊരു സമാധാനം ഉണ്ടാവില്ല, അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. ഗബ്രി ശ്രീരേഖ പറഞ്ഞ മാതിരി ഡേഞ്ചർ സോണിലോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. പക്ഷെ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഗബ്രി 4 കാലിലേ വീഴുള്ളൂ, അവൻ എങ്ങനെ വൃത്തിക്ക് പോകണം എന്നറിയാം. പക്ഷെ ജാസ്മിനാണ് ഇവിടെ ശരിക്കും പെടാൻ പോകുന്നത്. ഇത് കുഞ്ഞമ്മയുടെ വീട് വല്ലാണോ എനിക്ക് അറിയാൻ പറ്റാത്തോണ്ടിരിക്കാം. നമുക്ക് ഒരുമിച്ച് ക്യൂട്ട് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ഇരിക്കാം, നമുക്ക് ഒരുമിച്ച് നടക്കാം. ഒലക്കയുടെ മൂഡ് ഒരു 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 വാല്യൂം കൊടുക്കാതെ ഒരു സീരിയസ്നെസ്സും കൊടുക്കാതെ ആ ഒരു പ്ലാറ്റ്ഫോമിന് ഇങ്ങനത്തെ രീതിയിൽ കോപ്രായം കാണിച്ച് നശിപ്പിക്കുന്ന 2 കണ്ടസ്റ്റൻസ് ഇവരെ കഴിഞ്ഞിട്ടുള്ളൂ. ഒന്നും പറയാനില്ല. ജാസ്മിനും ബോധം പറഞ്ഞില്ല. ഗബ്രി ആണെങ്കിൽ ഗബ്രിക്ക് ഒരുമാതിരി തേഞ്ഞൊട്ടിയ അവസ്ഥയാണ്. ഗബ്രി ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ നോക്കിക്കോ, ഇവളിങ്ങനെ ബെഗ് ചെയ്യുമ്പോൾ ഗബ്രി പൊട്ടിത്തെറിക്കും. ആൻഡ് എവിടെയെങ്കിലും ഉണ്ടോ ഫ്രണ്ട്ഷിപ്പാന്ന് പറയുന്നു. ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും എന്തിലാണെങ്കിലും ഈ ബെഗിങ് വരുന്നത് ഏത് സിറ്റുവേഷനിലാണ്? ഒരാൾക്ക് താല്പര്യമില്ലായ്മ വരുമ്പോഴാണ് ഈ ബെഗിങ് സിറ്റുവേഷൻ വരുന്നത്. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും തുടങ്ങി വെച്ച ഈ നാടകത്തിന് ഗബ്രി കൂടെ നിന്ന് അതിന് വേറെ സൊല്യൂഷൻസ് കണ്ടെത്താതെ ഞാൻ പോവാണ്. അപ്പൊ കപ്പല്ല മുഖ്യം, ഗെയിമല്ല മുഖ്യം, ജാസ്മിനാണ് മുഖ്യം എന്ന് പറഞ്ഞിട്ട് ഇവർ ഏത് കോത്തായത്തിലോട്ടാണ് ക്യൂറ്റ് ചെയ്ത് പോകാൻ പോണത്? കിണാപ്പൻ.